പ്രണവ് തന്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടേക്ക് ടാലന്റ് ഉള്ളൊരു മെമ്പർ വരുന്നെന്ന് കരുതി ഞാൻ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് താനത് റിജക്ട് ചെയ്തെന്നറിയുന്നത്. എന്തുപറ്റി അങ്ങനൊരു തീരുമാനം? സ്വന്തം കഴിവിൽ തന്നെ ഞാൻ വളർന്നു വരണമെന്ന് വല്യച്ഛന്റെ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഓഫീസിൽ ഒരു കസേരയിട്ടിരിക്കാതെ ഇങ്ങനെയൊരു ജോലിയെപ്പറ്റി ചിന്തിച്ചത്. പക്ഷെ ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് പ്രശ്നമില്ല, താൻ ചെല്ല്. അവിടെ നിങ്ങളുടെ ടീം ഹെഡ് 1 മിസ്സസ് ദക്ഷിണ വിനീത് ഉണ്ടാവും. ഷീ വിൽ എക്സ്പ്ലെയിൻ അതർ ഡീറ്റെയിൽസ്. എക്സ്ക്യൂസ് മീ, ദക്ഷിണ മേഡം. പരിചിതമായ ശബ്ദം കേട്ടതും ദക്ഷിണ പകപ്പോടെ തിരിഞ്ഞു നോക്കി. പ്രണവ്, നീ എന്താ ഇവിടെ? എന്റെ ജീവിതം തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയേക്കുവാണോ? സോറി, മേഡത്തിന് എന്തോ തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡിസൈനിംഗ് സെക്ഷനിലേക്ക് വന്ന പുതിയ ആളാണ്, പ്രണവ് ബാലൻ. ദാ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അവനൊരു പുച്ഛത്തോടെ അവൾക്ക് ലെറ്റർ കൊടുത്തു. സ്വന്തമായി ഒരു വലിയ കമ്പനിയുള്ള നീ എന്തിനാ ഇവിടെ തന്നെ പണിക്ക് വന്നത്? എനിക്കറിയാം, മനഃപൂർവ്വം തന്ന. അവള് വീണ്ടും തുടങ്ങിയതും പ്രണവ് അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. എടി മറ്റേ മോളെ, നീ ഈ കിടന്ന് അലറി വിളിക്കുന്നത് ഇത്രയും നേരം ഞാൻ കേട്ടുനിന്നു. എന്നോട് ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും പുറത്ത് നിന്നെ നിന്റെ പുതിയ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ വെറുതെ വിട്ടതാ ഞാൻ. ഇനിയും ഇവിടെ കിടന്ന് നീ ഷോ ഇറക്കിയാലുണ്ടല്ലോ, നിന്റെ ആ മണകുണാഞ്ചന് ഒരു കഥ ഞാനങ്ങ് പറഞ്ഞുകൊടുക്കും. ഒരു തേപ്പുകാരി രാക്ഷസിയുടെ കഥ. പ്രണവ്, പ്ലീസ്, ആളുകൾ ശ്രദ്ധിക്കും. അതെ, ആളുകൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് ദക്ഷിണ വിനീത് മേഡം എന്റെ അടുത്ത് നിന്ന് കുറച്ചു മാറി നിന്നു. അതാവും നിനക്കും എനിക്കും നല്ലത്. അവനൊരു താക്കീത് പോലെ പറഞ്ഞ് ക്യാബിനിലേക്ക് പോയി. സാർ. ഹാ, എന്താടോ? എന്തുപറ്റി? സുഖമില്ലേ? കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഈ കണ്ണിലെന്തോ പൊടി പോയതാ. പുതിയ എംപ്ലോയെ പരിചയപ്പെടുത്താൻ അവിടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. സാറിനെ കൂട്ടിച്ചെല്ലാൻ പറഞ്ഞു. ഞാൻ വരാം, താൻ ചെല്ല്. അയാള് പോയതും അവൻ മുഖമൊന്ന് അമർത്തി തുടച്ചു. തോൽക്കാൻ പാടില്ലെന്ന് മനസ്സിനെ വീണ്ടും വീണ്ടും അവൻ പറഞ്ഞു പഠിപ്പിച്ചു. സാറിനെ കാണണം എന്ന് പറഞ്ഞു ഒരാള് വന്നു നിൽക്കുന്നുണ്ട്. പ്രഭാകർ തന്റെ വാച്ചിലേക്ക് നോക്കി. ആരാടോ ഇതിപ്പോ ഈ നേരത്ത്? ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. അതിവിടുത്തെ ഒരു പ്രമാണിയാ. മോളുടെ കാര്യമെന്തോ സംസാരിക്കാനാണെന്നാ പറഞ്ഞത്. വിളിക്കണോ? പ്രമാണിമാരെ ഒന്നും നമ്മൾ തൽക്കാലം വെറുപ്പിക്കണ്ട. വരാൻ പറയ്. അയാള് ഒരു പുഞ്ചിരിയോടെ ഭക്ഷണപ്പൊതി മാറ്റിവെച്ചു. സർ, മേ ഐ കം ഇൻ? വരൂ. ദാസ് ഒരു വല്ലായ്മയോടെ അയാൾക്ക് മുന്നിലിരുന്നു. ഞാൻ വന്നത് ദാസ് അല്ലേ? അയാള് ഒരു സംശയത്തോടെ ചോദിച്ചു. അതെ, എന്നെ എങ്ങനെ അറിയാം? ഡാ ദാസപ്പ, നിനക്കെന്നെ ഓർമ്മയില്ലേ? ഞാൻ ആ പഴയ പ്രഭാകരനാടാ, സെന്റ് ആന്റണീസിലെ നിന്റെ കൂട്ടുകാരൻ. എടാ പ്രഭാകര, ഞാൻ നിന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനും. നീ എന്താ ഇവിടെ? എന്റെ മോള് നിന്റെ കോളേജിലാ പഠിക്കുന്നത്. ഇപ്പോ ഒരു പ്രശ്നത്തിൽപ്പെട്ട് ആൾക്ക് സസ്പെൻഷനാണ്. അത് മാനേജ്മെന്റ് മിക്കവാറും ഡിസ്മിസാക്കുമെന്നാ പ്രിൻസിപ്പൾ പറയുന്നത്. അങ്ങനെയായാൽ അവൾക്ക് പിന്നെ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടില്ലടാ. അതിന് ഡയറക്ടറെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വന്നതാ ഞാൻ. അയ്യോ, കോളേജിന്റെ കാര്യമൊക്കെ നോക്കുന്നത് എന്റെ മക്കളാടാ. അവര് രണ്ടാളും ഇപ്പൊ ഇവിടെയില്ല, ഒരു ട്രിപ്പിലാണ്. നീ വിഷമിക്കണ്ട. നാളെ നീ എന്റെ വീട്ടിലോട്ട് വാ. അപ്പോഴേക്ക് അവന്മാരും എത്തും. നമുക്ക് വിശദമായി ഇരുന്ന് സംസാരിക്കാം. അത് മതി. ഒരു വലിയ ഭാരം മനസ്സിൽ നിന്ന് ഒഴിഞ്ഞുപോയടാ. ഞാൻ നാളെ വരാം. ശരി. ദാസ് വല്ലാത്ത സമാധാനത്തോടെയാണ് അവിടെ നിന്നിറങ്ങിയത്.